അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ക്ലാസ് 3 ദുറൂസുൽ ഇസ്ലാം രണ്ടാം ഭാഗത്തിലെ 10ാമത്തെ പാഠമാണ്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. അദ്ദർസു ആശിർ ഫൽ യുക്രിം ജാറഹു. സഹൽ ബിൻ അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹുവിന് മജൂസിയായ ഒരു അയൽവാസി ഉണ്ടായിരുന്നു. അയാളുടെ ടോയ്ലറ്റിലെ അവശിഷ്ടങ്ങളും മലിന ജലവും സഹൽ റളിയല്ലാഹുവിന്റെ വീട്ടുമുറ്റത്തേക്ക് ഒഴുകാറുണ്ടായിരുന്നു. രാത്രിയിൽ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് സഹൽ റളിയല്ലാഹു മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്യും. എന്നാൽ ഒരിക്കൽ പോലും മജൂസിയെ ആക്ഷേപിക്കുകയോ അയാളെക്കുറിച്ച് മറ്റാരോടെങ്കിലും പരാതി പറയുകയോ ചെയ്തില്ല. കാലം കടന്നുപോയി. സഹൽ റളിയല്ലാഹു രോഗം ബാധിച്ച് കിടപ്പിലായി. ഒരു ദിവസം അയൽവാസിയായ മജൂസിയെ വിളിച്ച് മഹാൻ പറഞ്ഞു, വളരെ കാലമായി താങ്കളുടെ ടോയ്ലറ്റിൽ നിന്നുള്ള മലിനജലം എൻ്റെ വീട്ടുമുറ്റത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഞാൻ മരണാസന്നനായിരുന്നില്ലെങ്കിൽ താങ്കളെ ഞാൻ ഇത് അറിയിക്കില്ലായിരുന്നു. എൻ്റെ പിൻഗാമികൾ ഇത് ഉൾക്കൊള്ളണമെന്നില്ല. ഇതു കേട്ട മജൂസി അത്ഭുതപ്പെട്ടു. അദ്ദേഹം സഹൽ റളിയല്ലാഹുവിനോട് ചോദിച്ചു, ഇത്രയേറെ വിഷമങ്ങൾ നേരിടേണ്ടി വന്നിട്ടും അങ്ങ് എന്തുകൊണ്ടാണ് പരാതി പറയാതിരുന്നത്? സഹൽ റളിയല്ലാഹു പറഞ്ഞു, അയൽവാസികളെ ബഹുമാനിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അയൽവാസിയെ ബുദ്ധിമുട്ടിക്കുന്നവൻ സത്യവിശ്വാസിയാവുകയില്ല. ഇസ്ലാമിന്റെ മഹത്വം അറിഞ്ഞ മജൂസിയക്ക് മാനസാന്തരമുണ്ടായി. അയാൾ ഇസ്ലാം മതം സ്വീകരിച്ചു. നമ്മുടെ വീടിന്റെ പരിസരത്ത് താമസിക്കുന്നവരാണ് അയൽവാസികൾ. അവരോട് നമുക്ക് വലിയ കടമകളുണ്ട്. അവരെ സ്നേഹിക്കണം, ബഹുമാനിക്കണം. അവർക്ക് വിഷമമുണ്ടാകുന്ന ഒന്നും ചെയ്യരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫലാ യുഅ്സി ജാറഹു. അല്ലാഹു തആലയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ അയൽവാസിയെ ഉപദ്രവിക്കരുത്. അയൽവാസികൾക്ക് നാം കഴിയുന്ന സഹായങ്ങൾ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസൽ മുഅ്മിനുൽ ലസീ യശ്ബഉ വജാറുഹു ജായിഉൻ ഇലാ ജംബിഹി. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറക്കുന്നവൻ സത്യവിശ്വാസിയല്ല. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അയൽവാസികൾക്ക് ഒരു ഉപദ്രവവും ചെയ്യരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുഹ്സിൻ ഇലാ ജാരിഹി. അല്ലാഹു തആലയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ അയൽവാസികൾക്ക് നന്മ ചെയ്യണം. അറാദല്ലാഹു ബിഹി ഖൈറൻ ഹബ്ബബഹു ഇലാ ജീറാനിഹി. അല്ലാഹു തആല ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചാൽ അവനെ തന്റെ അയൽക്കാർക്ക് പ്രിയങ്കരനാക്കും. നമുക്ക് തദ്ബീറിലേക്ക് കടക്കാം. പ്രവർത്തനം 1 നെക്രോമാൻഫോ വായിച്ച് മനസ്സിലാക്കാം. സഹൽ ബിൻ അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു ഹിജ്റ 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ച പ്രശസ്ത സൂഫി പണ്ഡിതൻ. അൽ യൗമുൽ ആഖിർ അന്ത്യനാൾ. ലാ യുഖ്സി ഉപദ്രവിക്കരുത്. ജായിഉൻ വിശക്കുന്നവൻ. ലിയുഹ്സിൻ നന്മ ചെയ്യണം. യശ്ബഉ വയർ നിറക്കും. ജാറുൻ അയൽവാസി. പ്രവർത്തനം 2 നുഇദു അസ്ഇല. ഈ പാഠത്തിൽ നിന്ന് 10 ചോദ്യങ്ങൾ തയ്യാറാക്കി ഉത്തരം എഴുതുക. 1. സഹൽ റളിയല്ലാഹുവിന്റെ വീട്ടുമുറ്റത്തേക്ക് മാലിന്യങ്ങൾ ഒഴിക്കാറുള്ളത് ആരാണ്? ആൻസർ അയൽവാസിയായ മജൂസിയ. 2. എപ്പോഴാണ് സഹൽ റളിയല്ലാഹു മാലിന്യങ്ങൾ ശുദ്ധിയാക്കിയിരുന്നത്? ആൻസർ രാത്രിയിൽ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത്. 3. എപ്പോഴാണ് സഹൽ റളിയല്ലാഹു മജൂസിയോട് ഈ കാര്യം പറഞ്ഞത്? ആൻസർ സഹൽ റളിയല്ലാഹു രോഗിയായപ്പോൾ. 4. ആരാണ് ഇസ്ലാം മതം സ്വീകരിച്ചത്? ആൻസർ അയൽവാസിയായ മജൂസിയ. 5. മജൂസി എപ്പോഴാണ് ഇസ്ലാം മതം സ്വീകരിച്ചത്? ആൻസർ ഇസ്ലാമിന്റെ മഹത്വം അറിഞ്ഞപ്പോൾ. 6. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയൽവാസികളെ കുറിച്ച് എന്താണ് പറഞ്ഞത്? ആൻസർ അല്ലാഹു തആലയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ അയൽവാസിയെ ഉപദ്രവിക്കരുത്. 7. ആരാണ് അയൽവാസികൾ? ആൻസർ നമ്മുടെ വീടിന്റെ പരിസരത്ത് താമസിക്കുന്നവരാണ്. 8. അയൽവാസികളോട് നമുക്കുള്ള കടമകൾ എന്തെല്ലാം? ആൻസർ അവരെ സ്നേഹിക്കണം, ബഹുമാനിക്കണം. അവർക്ക് വിഷമമുണ്ടാക്കുന്ന ഒന്നും ചെയ്യരുത്. 9. സത്യവിശ്വാസിയല്ല ആര്? ആൻസർ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറക്കുന്നവൻ. 10. സഹൽ റളിയല്ലാഹുവിന്റെ വീട്ടുമുറ്റത്തേക്ക് എന്താണ് ഒഴുകി വന്നത്? ആൻസർ ടോയ്ലറ്റിന്റെ അവശിഷ്ടങ്ങളും മലിനജലവും. പ്രവർത്തനം 3 നഹ്ഫളു വനുതർജിമു.
ക്വസ്റ്റ്യൻ 1. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫലാ യുഖ്സി ജാറഹു. അതിൻ്റെ അർത്ഥം ഇതാണ്: അല്ലാഹു തആലയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ അയൽവാസിയെ ഉപദ്രവിക്കരുത്. ക്വസ്റ്റ്യൻ 2. ലൈസൽ മുഅ്മിനു ലസീ യശ്ബഉ വജാറഹു ജാഇഉൻ ഇലാ ജംബിഹി. ആൻസർ: അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറക്കുന്നവൻ സത്യവിശ്വാസിയല്ല. ക്വസ്റ്റ്യൻ 3. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ജാറഹു. അതിൻ്റെ അർത്ഥം: അല്ലാഹു തആലയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ അയൽവാസികൾക്ക് നന്മ ചെയ്യണം. പ്രവർത്തനം 4 തഹ്സീസ്. ക്വസ്റ്റ്യൻ 1. അയൽവാസികളോടുള്ള കടമകളെക്കുറിച്ച് പ്രസംഗം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. നമുക്ക് ഇത് എഴുതാം. ആൻസർ: പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഉസ്താദുമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് ഇവിടെ ഞാൻ ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ പോകുന്നത് അയൽവാസികളോടുള്ള കടമകളെക്കുറിച്ചാണ്. നമ്മുടെ വീടിൻ്റെ പരിസരത്ത് താമസിക്കുന്നവരാണ് അയൽവാസികൾ. അവരോട് നമുക്ക് വലിയ കടമകളുണ്ട്. അവരെ സ്നേഹിക്കണം, ബഹുമാനിക്കണം. അവർക്ക് വിഷമമുണ്ടാകുന്ന ഒന്നും ചെയ്യരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫലാ യുഅ്സി ജാറഹു. അല്ലാഹു തആലയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ അയൽവാസിയെ ഉപദ്രവിക്കരുത്. അയൽവാസികൾക്ക് നാം കഴിയുന്ന സഹായങ്ങൾ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ലൈസൽ മുഅ്മിനു ലസീ യശ്ബഉ വജാറഹു ജാഇഉൻ ഇലാ ജംബിഹി. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറക്കുന്നവൻ സത്യവിശ്വാസിയല്ല. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അയൽവാസികൾക്ക് ഒരു ഉപദ്രവവും ചെയ്യരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുഹ്സിൻ ഇലാ ജാരിഹി. അല്ലാഹു തആലയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ അയൽവാസികൾക്ക് നന്മ ചെയ്യണം. ത്തിലെ തെരുവാത്തുകൾ അവസാനിച്ചിരിക്കുന്നു. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.